അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിൾ 2026 എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് 2026 നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. കാരണം 2027 SSC GD കോൺസ്റ്റബിളിൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അഗ്നിവീർ റിലീസ് ചെയ്ത് വരികയാണെങ്കിൽ അഗ്നിവീറിലേക്ക് അഗ്നിവീർ പോസ്റ്റിലേക്ക് കയറിയവർ നിലവിൽ റിലീസ് ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും ഒരു വലിയൊരു ഹ്യൂജ് വേക്കൻസി തന്നെ അവർക്ക് വേണ്ടി മാറ്റിവെക്കും. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത്തവണത്തെ വേക്കൻസി എത്രയാണ്, ഇത്തവണ വേക്കൻസി എത്ര കൂടും, അതുപോലെ തന്നെ ഇത്തവണത്തെ എത്ര പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, എത്ര പേര് പരീക്ഷ എഴുതാൻ സാധ്യതയുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വേക്കൻസി എത്ര പേര് ഇതിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, അതായത് എത്ര പേര് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നല്ല എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പോട്ട് നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഒരു പോയിന്റ് ഇട്ട് പറയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെച്ച ഈ ഒരു വാക്കുകൾ. കാരണം അതായത് ഇത്തവണ നിങ്ങൾ നല്ലപോലെ ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇനി ഇങ്ങനൊരു SSC GD അല്ലെങ്കിൽ ഇങ്ങനൊരു SSC GD കോൺസ്റ്റബിൾ ഇത്രയും നല്ലൊരു അവസരമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത വെറും 10% മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്രയും ഇതിലാണുള്ളത്. കാരണം കൺഫേം ആണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ആണ്. അഗ്നിവീർ വരും, അതുപോലെ തന്നെ അവർക്ക് റിസർവേഷൻ പോകും, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ കോമ്പറ്റീഷൻ വീണ്ടും കൂടെ. അഗ്നിവീർ വന്നു കഴിഞ്ഞാൽ GD എന്നുള്ള കോമ്പറ്റീഷൻ പിള്ളേർ ഇപ്പം നമ്മുടെ ആർമിയൊക്കെ അഗ്നിവീർ ആയ സമയത്ത് ആർമി നോക്കുന്നില്ല എന്നല്ല, SSC GDയിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, SSC GD പോസ്റ്റിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ SSC GD എന്ന് പറയുന്നിടത്ത് കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അവിടെ കിട്ടാതായും അതൊരു പ്രൈമറി എയിം എന്നുള്ളതിന് പകരം എന്ത് ചെയ്യും, അത് സെക്കൻഡറി ആക്കിയിട്ട് പലരും പ്രൈമറി എയിമായിട്ട് മറ്റു പലതും വെക്കും. ഫോർ എക്സാമ്പിൾ കേരള പോലീസിൻ്റെ CPO പോസ്റ്റുകൾ, അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ, അത് നോക്കുന്നവരില്ല എന്നല്ല, പക്ഷേ ഈ മിലിറ്ററിയിലൊക്കെ നോക്കുന്നവർ ഫിസിക്കലൊക്കെ ഫിറ്റ് ആയതുകൊണ്ട് എന്തായാലും പഠിക്കുന്നു, അതിനിരുന്ന് പഠിക്കാമെന്നുള്ളൊരു രീതിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനൊക്കെ എന്ത് ചെയ്യും, അതിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ അങ്ങോട്ടേക്കും പോകും. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് പല മേഖലയിലേക്ക് കോമ്പറ്റീഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു അവസരം നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പേടിപ്പിക്കുകയല്ല, നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് കട്ട് ഓഫ് എത്രയായിരിക്കും വരിക, അതുപോലെ തന്നെ അത് തീർച്ചയായിട്ടും ചോദിക്കാൻ നല്ലൊരു ചോദ്യം തന്നെയാണത്. അതായത് നേരെ മറിച്ച് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മുടെ ആൻസർ കീ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്നത് റിസൾട്ട് എപ്പം വരും, ഇപ്പോഴേ ഞാൻ പറയുകയാണ്, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, റിസൾട്ട് വന്നിട്ടേ ഫിസിക്കൽ പോകുന്നുള്ളൂ. നിങ്ങൾ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറച്ചധികം ഡാറ്റ പറയും, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ ഫിസിക്കലിന് കഴിഞ്ഞോളൂ. കാരണം ഫിസിക്കലിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇക്കഴിഞ്ഞാൽ ഫിസിക്കലിന് ഒരുപാട് പേര് നേരിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ റോഡിൽ ഓടുന്ന പോലെയല്ല ഈ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഈ വട്ടം കറങ്ങുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ SSC GDയിൽ ഇനി നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്ര പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കാം. ഇവിടെ RTI റിപ്ലൈ വന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് നമുക്കൊരിക്കലും സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടത്തില്ല. അതായത് എത്ര പേര്, എത്ര കാറ്റഗറിയിൽ നിന്ന്, ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന്, എത്ര റിലീജിയസ് വൈസ്, അതുപോലെ അതായത് നമ്മുടെ SC ST OBC ഇങ്ങനെയുള്ള എത്ര പേര് അപ്ലൈ ചെയ്തതൊന്നും നമുക്കൊരിക്കലും ഈ ഒരു ഡീറ്റെയിൽസിലൂടെ ലഭിക്കുന്നതല്ല. അതായത് ഈ ഒരു RTI റിപ്ലൈയിലൂടെ അത് നമുക്ക് ലഭിച്ചില്ല. ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത് ഹൗഎവർ ടോട്ടൽ ഓഫ് 48,83,309 കുട്ടികളാണ് ഇതിനെന്ത് ചെയ്തിട്ടുള്ളത്, അപേക്ഷ റിസീവ് ചെയ്തിട്ടുള്ളത്. അതായത് അപേക്ഷ കിട്ടിയിട്ടുള്ളതെന്നാണ് കേട്ടോ പറയുന്നത്. ഈ 49 ലക്ഷം അല്ല 48 ലക്ഷം, 49 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ 48 ചില്ലാനം ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷ എഴുതുമെന്ന് യാതൊരു ഉറപ്പുമില്ല, ഗ്യാരണ്ടിയും ഇല്ല. ഏകദേശം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 60 മുതൽ 70% കുട്ടികളാണ്, ഇതിൽ നിന്ന് 60 മുതൽ 70% കുട്ടികളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ഇതിലും വലിയൊരു മാജിക് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 50% അടുത്ത് പോലും കഴിഞ്ഞ തവണ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കട്ട് ഓഫ്, കേരളത്തിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില്ലറ മാർക്കുകൾ മാത്രമേ കയറിയിട്ടുള്ളൂ. എസ്പെഷ്യലി ഫോർ ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് വേക്കൻസി ഉണ്ടായിട്ടും അവിടെ ഫില്ല് ചെയ്തിട്ട് പോലും ഇല്ല, കുട്ടികൾ ഫില്ലായിട്ടില്ല. നമ്മൾ ഫൈനൽ റിസൾട്ട് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു വീഡിയോ ആണ്, അത് കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കുറേ അധികം വേക്കൻസികൾ അവിടെ ഉണ്ടായിട്ടും അതിൽ കുട്ടികൾ കയറാത്ത ഒരു അവസ്ഥ. ഒരു എക്സാമ്പിൾ പറയാം, ഒരു എക്സാമ്പിളാണ്. ഇപ്പം ജനറലിന് 5 ഒഴിവുണ്ടെന്ന് വിചാരിക്കുക, 5 ഒഴിവിലും ജനറൽ കാൻഡിഡേറ്റ്സ് കയറിയിട്ടില്ല, പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ വന്നിട്ടില്ല. അത്രയും വേക്കൻസി അവിടെ ഒഴിവുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിൻ്റെ മീനിങ് അത്രയും ഒഴിവുകൾ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഭയങ്കര കുറവായിരുന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 48,83,309
9 ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ അപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം, ഇത്രയും വേക്കൻസി വെച്ചിട്ട് എത്രയാണ് ഒരു സീറ്റിന് കോമ്പറ്റീഷൻ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒഴിവുകൾ 25,487, ഏകദേശം 25,000 മുകളിലെ ഒഴിവുകളുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഏകദേശം വരുന്നത് 192 പേരാണ് ഒരു സീറ്റിനായിട്ട് മത്സരിക്കുന്നത്. സോ ഇത് വലിയൊരു എമൗണ്ട് സംഖ്യ തന്നെയാണ്. 192 പേര് ഒറ്റ സീറ്റിന് വേണ്ടി മത്സരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഇത് തന്നെയാണ്, വലിയൊരു കുട്ടികളുടെ ഇത് തന്നെ കോമ്പറ്റീഷൻ തന്നെ ഒരു സീറ്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതായിരിക്കില്ല ഫൈനലി നമ്മുടെ എക്സാം കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇതായിരിക്കില്ല ആക്ച്വലി നമുക്കുള്ള വേക്കൻസിയും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവലും. ഒരു ഒഴിവ് പുതുതായിട്ട് നമ്മളിവിടെ ഒരു ഒഴിവ് ആഡ് ചെയ്യണം, അതായത് 50,000 ഒഴിവ്, അതിൽ കൂടുതൽ വരാനും സാധ്യതയുണ്ട്. എന്തായാലും 50,000 അടുത്ത് ഏറ്റവും ചുരുങ്ങിയ ഒഴിവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇത്ര ഒഴിവെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും എന്ന് കരുതുക. ഇത്ര ഒഴിവ് വരുന്നതാണെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാകുമ്പോൾ ഈ ഒരു 192 എന്നുള്ള ഒരു സീറ്റിന് 192 എന്നുള്ള നിലയിൽ നിന്ന് നമുക്ക് എന്താവും, 98 എന്ന നിലയിലേക്ക് എന്ത് ചെയ്യും, ഇത് കുറയും. ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ കുറയും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 98ലേക്ക് ഈ ഒരു സീറ്റിന് വേണ്ടി, ഒറ്റ സീറ്റിന് വേണ്ടി 98 കുട്ടികൾ മത്സരിക്കുന്ന ഒരു ലെവലിലേക്ക് ഇത് കുറയും. ഓക്കെ, ഇനി ഹാജരാകുന്നത്, അതായത് കുട്ടികൾ എത്ര പേര് ഇത് അറ്റൻഡ് ചെയ്യുന്നുള്ളൊരു കൺസേൺ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 60 മുതൽ ഏകദേശം 70% കുട്ടികൾ വരെയാണ് പരമാവധി ഈ ഒരു എക്സാം എഴുതാൻ വരാറുള്ളത്. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, പോകത്തില്ല, അത്ര പേരെങ്കിലും പോകത്തില്ല. കഴിഞ്ഞ തവണ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് പറയാം. 50% പേര് പോലും അപ്ലൈ ചെയ്തിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ 70% ഹാജരാവുകയാണെങ്കിൽ, അതായത് ആകെ അപേക്ഷകർ എന്ന് പറയുന്നത് 88,80,309 പേരാണ് ആകെ അപേക്ഷകർ നിലവിലുള്ളത്. പരീക്ഷ എഴുതുന്നവർ 70% മാത്രം വന്നത്, അതായത് ഏകദേശം 34,18,316 പേര് മാത്രം ഹാജരാകുകയാണെങ്കിൽ ഈ ഒരു 50,000 വേക്കൻസി. ഇത് ഒരിക്കലും റിയൽ ആയിട്ടുള്ളതല്ല, ഏകദേശ കണക്കുകൾ മാത്രം പറയുന്നതാണ്. റിയൽ ആയിട്ടുള്ളത് നമ്മൾ മുകളിൽ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അന്നേരം വേക്കൻസി, അതായത് ഒരു സീറ്റിനുള്ള കോമ്പറ്റീഷൻ ലെവൽ, ഒരു സീറ്റിനായി കേവലം 68 പേരായിരിക്കും മത്സരിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കോമ്പറ്റീഷൻ ലെവൽ താഴുന്നതായിരിക്കും. SSC GDൻ്റെ കോമ്പറ്റീഷൻ ലെവൽ താഴ്ന്നതായിരിക്കും. അത് വേക്കൻസി കൂടണം. അതുപോലെ തന്നെ അറ്റൻഡൻസ്, എക്സാം അറ്റൻഡൻസ് എന്തായാലും എല്ലാവരും പോയിട്ട് എഴുതില്ല. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളും ലീവ്. പക്ഷേ ഇത് കേരളത്തിൻ്റെ മാത്രം ഡാറ്റയല്ല കേട്ടോ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഡാറ്റയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അധിക മെജോറിറ്റി ഓഫ് കേസിൽ ഇപ്പോൾ CGL, അതുപോലെ തന്നെ CGL, പിന്നെ SSCൻ്റെ CPO, SSC CPO, ദെൻ ഓൾസോ ഇതുപോലുള്ള വലിയ വലിയ എക്സാമുകളൊക്കെ എഴുതുന്നത്, അതായത് ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന അധിക പേരും ഇതിന് കൊടുത്തിടും. കിട്ടിയാലും പോകത്തില്ല, ചിലവർ എക്സാം എഴുതാൻ പോലും പോകത്തില്ല, ജസ്റ്റ് ഇത് എലിജിബിൾ ആണല്ലോ എന്നുള്ള രീതിയിൽ എഴുതും. അപ്പോൾ സെൻറ്ററൊക്കെ കുറച്ച് ദൂരെ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവർ പോവാതിരിക്കാറുണ്ട്. പിന്നെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് പലരും പോവാതിരിക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ടൈം ലേറ്റായി പോയിട്ട് എക്സാമിന് എൻ്റർ ആവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് 70% മാത്രം. അതായത് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 50,000 പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 25,000 പേര് പോലും എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. അതിൻ്റെ അടുത്തേ എഴുതിയിട്ടുള്ളൂ. ആ ഒരു ലെവലിൻ്റെ അടുത്ത് 50,000 അല്ല, 50 ലക്ഷമാണ് കേട്ടോ. 50 ലക്ഷം പേര്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ. ഓക്കെ, അപ്പോൾ 25 ലക്ഷം കുട്ടികളുടെ അടുത്ത് മാത്രമേ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ. ഏകദേശം 50% അടുത്ത് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളൊരു അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഏകദേശം ഒരു ശരാശരി കണക്കാണ് 70% എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 50,000 വേക്കൻസി നമ്മൾ കൂടിയാലേ ഉറപ്പ് പറയാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25,487 നിലവിലുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീറ്റിന് മത്സരം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 192 നിലവിലുള്ള ഒരു സീറ്റിനുള്ള മത്സരം എന്ന് പറയുന്നത്. താഴെ പറഞ്ഞതൊക്കെ വേക്കൻസി കൂടിയാലും കുട്ടികൾ അറ്റൻഡ് ചെയ്യാതിരുന്നാലുള്ള ഒരു നടക്കാനുള്ള സാധ്യത ഹൈ ചാൻസ് ഉള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ താഴെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് അങ്ങനെയാണ് നടക്കാറുള്ളത് പൊതുവെ. അതായത് നമുക്ക് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ ഇത്ര നാളും സംഭവിച്ചതിൻ്റെ ബേസിൽ ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ഏകദേശം ഡാറ്റ നമുക്ക് ഉണ്ടാവുമല്ലോ. അതിൻ്റെ ബേസിലാണ് പറഞ്ഞത്. വേക്കൻസി എന്തായാലും കൂടുന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചതാണ്. വേക്കൻസി എന്തായാലും കൂടുന്നതായിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ കുട്ടികൾ ചെയ്യുന്നതും തീർച്ചയായിട്ടും കുറയുന്നതായിരിക്കും എന്നുള്ളത്. അത് 100% കുട്ടികളൊന്നും ഒരിക്കലും പോയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നില്ല. 100% ഈ അപ്ലൈ ചെയ്ത എല്ലാവരും പോയിട്ട് പരീക്ഷ എഴുതുന്നില്ല. ഈ 48 ലക്ഷത്തി ചില്ലാനം ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്നതാണ്. പരീക്ഷ എഴുതില്ല, മൊത്തം പിള്ളേരും പരീക്ഷ എഴുതുന്നില്ല.
അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത്തവണ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. സോ ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 48,83,309 ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ പരിശ്രമിക്കുക. കൂടാതെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതിനാവശ്യമായിട്ടുള്ള ലിങ്ക്, പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.